ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഈ ഒരു പാകത്തിന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നമ്മൾ എടുത്തിരിക്കുന്ന അളവെന്ന് വെച്ചാൽ 1 കപ്പ് മൈദക്ക് 1/4 കപ്പ് പഞ്ചസാര എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മൈദ നമ്മൾ ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. അതുകൊണ്ട് അധികമൊന്നും ചേർക്കരുത്, ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കേണ്ടത്. ഇതൊന്നും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ച് ഈ പാകത്തിന് എടുക്കണം. ഇനി ഈ ഒരു പാകത്തിന് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഒരു അരിപ്പ കൊണ്ട് മൈദ ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് പഞ്ചസാര എന്ന അളവിൽ. ഇപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് എടുത്താലും മതി. മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല. പക്ഷേ ഈ അളവ് മാറിപ്പോകരുത്. 1 കപ്പ് മൈദക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാമെന്നില്ല, അല്ലെങ്കിൽ മധുരം ഒരുപാട് കൂടുതലായിപ്പോവും. ഈ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്ത് കിട്ടണം. ഞാനിതിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാൻ ആദ്യം നമുക്കൊന്ന് കുറച്ച് ഓയിൽ ചേർത്ത്, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും മതി, ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇനി ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ച് 40 അല്ലെങ്കിൽ 50 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ദോശത്തവ ആദ്യമേ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടായതിന് ശേഷം വേണം ഇതിന് മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ പാൻ വെക്കാനായിട്ട്. എന്നിട്ടൊരു 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഫ്ലെയിം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ടുള്ളതാണ്. കേക്ക് നമ്മുടെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഒരു ഫോർക്കോ ഒരു ടൂത്ത് പിക്കോ കൊണ്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ അരികെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചെടുക്കാം. ഇത് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുക്കാത്തത്. ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്ലേറ്റ് വെച്ച് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മിക്സിയിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.